ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ചങ്കിലെ രക്തമെന്നെ ശുദ്ധി ചെയ്തിടും മാട്ടമെന്നെ ചങ്കിലെ രക്തമെന്നെ ശുദ്ധി ചെയ്തിടും മാട്ടമെന്നെ തേജസ്സിന്മേൽ തേജസ്സേറി നിത്യായുഗം തേജസ്കരിച്ചിടുമേ അന്നു ഞാൻ എൻ്റെ വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയനുഭവിക്കും അന്നു ഞാൻ എൻ്റെ വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയനുഭവിക്കും പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോനേ പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോനേ വിത്തിതന്നിടമവനഖിലവുമെൻ പാപ മാലിന്യം കഴുകിടുവാൻ പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ പുണ്യജീവനെ താതൻ കൈകളിലേൽപ്പിച്ച ത്യാഗമൂർത്തേ പാപനിവാരണനേ എൻ പാപഭാരങ്ങളകറ്റിയോനേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഈ വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വായിച്ച് കേൾക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഊസിയാവ് യഹൂദയെ ഭരിക്കുന്നതായ കാലം, അത് വാസ്തവത്തിൽ ഒരു ദുഷിച്ച കാലഘട്ടമായിരുന്നു. അത് നേരെ മേളിലെ 5-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അന്നാളിൽ അവർ കടലിൻ്റെ അലർച്ച പോലെ അവരുടെ നേരെ അലറും. ദേശത്ത് നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ. ദേശം മുഴുവൻ അന്ധകാരവും കഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഇരുട്ട് മൂടിയിരിക്കുന്നു. അതിൻ്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോകും. മേഘങ്ങളിൽ പോലും വെളിച്ചമില്ല, വെളിച്ചം ഇരുണ്ടുപോകും. വീണ്ടും പറയുന്നുണ്ട് യേശയ്യാ 1-ാം അധ്യായത്തിൻ്റെ
2 മുതൽ 4 വരെയുള്ളതായ ഭാഗത്തും ആ ദേശത്തിൻ്റെ ദുഷിച്ച പ്രവണതയെക്കുറിച്ച് പറയുന്നുണ്ട്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി. ഞാൻ മക്കളെ പോറ്റി വളർത്തി. ദൈവത്തിന്റെ വേദനയുടെ ശബ്ദമാണ്, ഞാൻ മക്കളെ പോറ്റി വളർത്തി. അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ദൈവത്തോട് മത്സരിക്കുന്ന ഒരു തലമുറ. വായിക്കാം. കാളതന്റെ ഉടയവനെയും കാളതന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. എന്റെ ജനം എന്റെ സ്നേഹം എന്താണെന്ന് ഗ്രഹിക്കുന്നില്ല. ഞാൻ അവരോട് കാണിച്ച കരുണയും കൃപയും എത്രമാത്രം ആഴമേറിയത്, എന്തുമാത്രം ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതായ മർമ്മം അവർ തിരിച്ചറിയുന്നില്ല. ഒരു വാക്യം കൂടെ വായിക്കാം. 5:11 വായിച്ചേ. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ ലഹരി പിടിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അന്നത്തെ ജനത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ. എല്ലാം കൊണ്ടും ദുഷിച്ചതായ ഒരു കാലഘട്ടം, ഊസിയാവ് ഭരിക്കുന്ന കാലം, സിംഹാസനത്തിൽ ആരൂഢനായി അധികാരത്തോടെ വാഴുന്ന കാലം. അന്ന് യേശയ്യാ പ്രവാചകന് ഈ ഊസിയാവിൻ്റെ കാലത്ത് രാജാവിൻ്റെ സന്നിധിയിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, നല്ല ആശ്രയം ഉണ്ടായിരുന്നു. അങ്ങനെ ആ തണലിലും ആ പശ്ചാത്തലത്തിലും യെശയ്യാ പ്രവാചകൻ അല്പം അധികാരത്തോടെ മുന്നോട്ട് പോകുന്ന കാലം. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ പറയും, ഭാഗ്യമായിപ്പോയി ഊസിയ രാജാവ് മരിച്ചു. ഊസിയ രാജാവ് മാറിപ്പോയപ്പോൾ അതിൻ്റെ അപ്പുറം ഉയർന്നും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ രാജാധിരാജനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഭൂഷണനായിരിക്കുന്നത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. മന്ദിരത്തെ നിറച്ചതായ തേജസ്സിൽ കർത്താവായ യേശു ക്രിസ്തു ഉയർന്നും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നത് യെശയ്യാ പ്രവാചകൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, അന്ന് ദൈവദർശനം ഇല്ലാത്തതായ കാലഘട്ടത്തിൽ യെശയ്യാ പ്രവാചകന് വളരെ വ്യക്തമായ ഒരു ദൈവദർശനമുണ്ടായി. സിംഹാസനവും സാറാഫുകളും എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ അവൻ്റെ കണ്ണ് പതിഞ്ഞത് തേജോമയനായ ദൈവത്തിലാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ തേജസ്സിൻ്റെ മുൻപിൽ യെശയ്യാ പ്രവാചകൻ നിൽക്കുകയാണ്. തീക്കെടുത്ത മാലാഖമാര്, 6 ചിറകുള്ള ശ്രോപ്പൻ മാലാഖമാര് ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടി ആരാധിക്കുന്ന രംഗമാണ് ഇവിടെ താഴെ വിവരിക്കുന്നത്. ഞാൻ എന്താണ് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലും ഈ കാലഘട്ടത്തിൽ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ആരാധന, അതിനുള്ളതായ ഒരു മാതൃക മാലാഖമാരുടെ ആരാധന വരച്ചു കാണിക്കുകയാണ്. ദുഷ്കാലമാണ്, പക്ഷെ ദൈവത്തിൻ്റെ തേജസ്സിനൊരു കുറവുമില്ല. അതിൻ്റെ മധ്യത്തിൽ വക്രതയും കോട്ടവുമുള്ള തലവരുടെ നടുവിൽ അനിന്ദരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി നിന്നുകൊണ്ട് ദൈവസ്നേഹം തൊട്ടുണർത്തിയ ദൈവമക്കൾ എങ്ങനെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണമെന്ന് വളരെ വ്യക്തമായി മാലാഖമാരുടെ ആരാധനയിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് തുടർന്ന് ധ്യാനിക്കാം. എങ്ങനെയാണ് മാലാഖമാരുടെ ആരാധന? ഒന്നാമത്തെ കാര്യം, 2 ചിറകുകൾ കൊണ്ട് കാലുകൾ മൂടി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കാലുകൾ എപ്പോഴും നടപ്പിനെ കാണിക്കുന്നതാണ്. ആ നടപ്പ് പലപ്പോഴും പാപത്തിൻ്റെ വഴികൾ കൂടിയല്ലേ ദൈവമക്കളെ? തെറ്റുപറ്റാത്ത കാലടികൾ എടുത്തു വെച്ച് മുന്നോട്ട് ഇതുവരെ ദൈവം നടത്തിയെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ സാധിക്കുന്ന ആരുണ്ട്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അശുദ്ധി ചവിട്ടിയിട്ടുണ്ട്, അശുദ്ധി പറ്റിയിട്ടുണ്ട്, അരുതാത്തയിടത്തേക്ക് പലപ്പോഴും കാലുകൾ അടികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ജീവിതത്തിൽ പറ്റിയതായിരിക്കുന്ന പാപക്കറകളെല്ലാം അതേപടി വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുൻപാകെ നിന്നുകൊണ്ട് ആരാധന സാധിക്കുകയില്ല. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നില്ല. സ്ഥിരമായി നമ്മൾ ദൈവാലയത്തിൽ പോകുന്നു, കൂട്ടായ്മയ്ക്ക് വരുന്നു, ആരാധനയിൽ സംബന്ധിക്കുന്നു, പാട്ടുപാടുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, വചനം കേൾക്കുന്നു, എല്ലാം ശരിയാണ്. സഹോദര, കുറ്റം പറയുകയല്ല, നിന്റെ നടപ്പ് ശരിയാണോ?
കാലടികൾ പാതയ്ക്ക് ദീപവും ഊടുവഴിക്ക് പ്രകാശമായിരിക്കും ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ? വളരെ ഭയത്തോടും വിറയലോടും കൂടിയാണ് ഓരോ കാലടികളും എടുത്തു വയ്ക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ശമരിയക്കാരി സ്ത്രീയോട് ഇടപെടുന്ന സമയത്ത് അവൾ വളരെ വ്യക്തമായി യേശുവിൻ്റെ അടുക്കൽ തൻ്റെ ഇടത്തോടെ അവകാശത്തോടെ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ ഗെരസിൻ മലയിൽ ആരാധിച്ചു പോയിരുന്നു, നിങ്ങൾ ആരാധിക്കുന്ന യെരൂശലേമിലുമാണ്. ജീവിതത്തിൽ 5 ഭർത്താക്കന്മാരെ മാറി മാറി 6ാമത് ഒരുത്തനെയും കൂടി വെച്ചുകൊണ്ട് നടക്കുന്ന പാപിനിയായിരിക്കുന്ന സ്ത്രീ വളരെ ധൈര്യത്തോടെ യേശുവിൻ്റെ മുൻപിൽ യേശു ആരാണെന്ന് വ്യക്തമായി തിരിച്ചറിയാതെ അവകാശപ്പെടുന്നതും പറയുന്നതും ആരാധനയെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു ഗൗരവത്തോടെ പറഞ്ഞു, ദി ടൈം ഫോർ യുവർ വെറബിൾ പ്ലേ ഈസ് ഓവർ. ജീവിതത്തിൽ പാപം വെച്ചുള്ള ആരാധന നിർത്ത്. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനെ ഭർത്താവല്ല. ആരാധന ആ മലയിലുമല്ല ഈ മലയിലുമല്ല. ആരാധന സത്യത്തിലും ആത്മാവിലുമാണ്. നന്ദിയോടെ സ്തോത്രം. വായിച്ച 4-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. ആരാധന ഏതെങ്കിലും മലയിലോ തീർത്ഥാടന കേന്ദ്രത്തിലോ പുണ്യസ്ഥലത്തോ ഒതുങ്ങി നിൽക്കുന്നതല്ല. സ്ഥലകാല പരിമിതികൾക്ക് അതീതമായിരിക്കുന്ന ആരാധന. ദൈവത്തിന് സ്തോത്രം. പള്ളികളുടെ 4 ഭിത്തിക്ക് ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ദുഃഖവെള്ളിയാഴ്ച കുരിശു മുത്തുമ്പോൾ മാത്രം വേണ്ടതായിരിക്കുന്ന സത്യാരാധനയല്ല. നോമ്പുകാലത്ത് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയോഗം നടക്കുന്ന സമയത്ത് മാത്രമല്ല. ദൈവത്തിന് സ്തോത്രം പറയുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ചന്തസ്ഥലത്ത് വേണ്ടാത്ത ദൈവത്തെ, പണിസ്ഥലത്ത് വേണ്ടാത്ത ദൈവത്തെ, കോളേജിൽ വേണ്ടാത്ത ദൈവത്തെ, ഓഫീസിൽ വേണ്ടാത്ത ദൈവത്തെ, നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വേണ്ടാത്ത ദൈവത്തെ ദൈവാലയത്തിലെ ഭിത്തിക്കുള്ളിൽ കിട്ടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചു പോകരുത്. ദൈവം ആത്മാവാണ്. സ്ഥലകാല പരിധികൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നവനാണ്. സഹോദര, നിന്റെ കാലടികൾ വിശുദ്ധമാണോ? നിന്റെ കാലടികൾ ചൊവ്വുള്ളതാണോ? ജീവിതയാത്രക്കാര, ഈ കാലടികൾ ഇപ്പൊ പോകുന്ന പോലെ എടുത്തു വെച്ച സ്വർഗത്തിൻ്റെ മണവറ പോകുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് ജീവിതത്തിൽ വന്ന പാപങ്ങൾ മുഴുവനായി ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലല്ലോ എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാമെന്ന ചുങ്കക്കാരനെ പോലെ മഹാഭാവിയാ എന്നോട് കരുണ തോന്നണമേ എന്ന് തകർന്നു നുറുകിയതുമായിരിക്കുന്ന ഹൃദയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടും നടപ്പിനെ ഭയത്തോടെ ചെറുകൾ കൊണ്ട് മൂടിക്കൊണ്ട് നിൽക്കാൻ യോഗ്യതയില്ല. പത്രോസ് പറഞ്ഞ പോലെ, കർത്താവേ നിൻ്റെ അടുക്കൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, നീ എന്നെ വിട്ടുപോകണമേ. കർത്താവാകുന്നു പോകാനില്ല. ആ തേജസ്സിന് മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന ദൈവമക്കൾ ആരെല്ലാം ഉണ്ട്. നടപ്പ് ശുദ്ധമാക്കിക്കൊണ്ട് വേണം ആരാധിക്കാൻ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് എന്താണ്? 2 ചെറുകളുടെ മുഖം മൂടി. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുൻപാകെ വരുമ്പോഴേക്കും ഞെട്ടലോടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കണ്ണ് പൊത്തിപ്പോവുകയാണ്, കണ്ണഞ്ചിപ്പോവുകയാണ് തേജസ്സിൻ്റെ മുൻപാകെ. തീക്കടുത്ത മാലാഖമാര് പോലും മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഒരു ഭയവും വിറയലും നിങ്ങൾക്കുണ്ടാകാറുണ്ടോ? നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. മുഖം എന്ന് പറയുന്നത് വ്യക്തിത്വത്തെ കാണിക്കുന്നു. ഞാൻ ആരാണെന്ന് നിങ്ങൾ എൻ്റെ മുഖം നോക്കിയാണ് തിരിച്ചറിയുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തിയെ കാണിക്കുന്നു. ദൈവമക്കളെ, സ്വയം തൻ്റെ ഇടത്തോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് നിങ്ങൾ ആരും പോയി നിൽക്കരുത്. ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയണം. എൻ്റെ ഒന്നുമില്ലായ്മ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിന് മുഖം പൊത്തിപ്പോവുകയാണ്. നിന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആര്? ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെട്ടെ. ദൈവത്തിന് സ്തോത്രം. ഭയത്തോടും വിറയലോടും കൂടി അവിടെ നിൽക്കുകയാണ്. എന്നെ തന്നെ അങ്ങ് മറക്കുകയാണ്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അശുദ്ധ മനുഷ്യൻ. ഹല്ലേലൂയ. ദൈവത്തെ നിന്റെ തിരുമുമ്പിൽ നിൽപ്പാനുള്ള യോഗ്യത എനിക്കില്ല. ഹല്ലേലൂയ. മാത്രമല്ല, കണ്ണും മൂടുക എന്ന് കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഏകാഗ്രതയെ കാണിക്കുകയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ കണ്ണടയ്ക്കാന്ന് പറയുമ്പോൾ ലോകവും അതിൻ്റെതായ പ്രമോദങ്ങളിലേക്ക് ഒന്നും കണ്ണു പോകാതെ കേന്ദ്രീകരിക്കുകയാണ് കർത്താവ്. പരിശുദ്ധമായിരിക്കുന്ന കുർബാനയിൽ പരിശുദ്ധ പിതാക്കന്മാർ കടന്നു വന്നപ്പോൾ
അവർ കണ്ടു, തൂക്കപ്പെട്ടു മരത്തിൽ, വിലാവ് തുറന്നു ആ ചവളം, രക്തം വെള്ളമൊഴുകുന്ന മിശിഹ. ആളുകൾ ചുറ്റും നിൽക്കുന്നുണ്ട്. അംശവസ്ത്രങ്ങൾ ധരിച്ച പുരോഹിതൻ അവിടെയുണ്ട്. ശുശ്രൂഷക്കാർ ദേവാലയത്തിൽ ധാരാളമുണ്ട്. ശരിയാണ്. പക്ഷേ കണ്ണുകൾ ചെന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരൊറ്റ വ്യക്തിയിലാണ്. കാൽവറിയിൽ തൂക്കപ്പെട്ട് കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ഒന്നോടെ വ്യക്തമായി പറയട്ടെ, അവിടെ നിന്നും കേന്ദ്രീകരിച്ചിരിക്കുന്ന എവിടെയാണ്? കുന്തത്താൽ തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് ഒഴുകി വരുന്ന തങ്കച്ചോരയുടെ ഉറവ. നമ്മുടെ ആരാധന ദൈവസന്നിധിയിൽ അംഗീകാരയോഗ്യമാണോ? ഏകാഗ്രതയോടെയാണോ? ഭയത്തോടെയാണോ? ദൈവത്തിൻ്റെ ദേശം തിരിച്ചറിഞ്ഞുകൊണ്ടാണോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 2 കൊണ്ട് കാലുകൾ മൂടി, 2 കൊണ്ട് മുഖം മൂടി. ഹല്ലേലൂയ. തേജസ് കണ്ട് ഭയപ്പെട്ട് ഏകാഗ്രതയോടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഭയത്തോടും വിറയലോടും കൂടി വേണം ദൈവസന്നിധിയിൽ ആരാധിക്കാൻ. അതാണ് മാലാഖമാരുടെ ആരാധന നമ്മളെ പഠിപ്പിക്കുന്ന 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം എന്താണ്? 2 കൊണ്ട് പറന്നു. 2 കൊണ്ട് പറന്ന് ഉയർന്നിന്നുകൊണ്ടാണ്. അതെനിക്ക് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പറന്നുയർന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ കാല് കുത്തിയിട്ടില്ല, ഭൂമിയിൽ ടച്ച് ചെയ്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പറന്നുയർന്നു നിൽക്കുകയാണ്. ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ബന്ധനക്കെട്ടുകളെല്ലാം പൊട്ടിച്ച് പറന്നുയർന്ന ഒരനുഭവം. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയല്ലേ, ഒരു മനുഷ്യനെ അറിയുന്നു, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അവൻ 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെ ഞാൻ അറിയുന്നില്ല. അങ്ങ് പറന്ന് ഉയർന്നിന്നുകൊണ്ട് ആത്മാവിൽ ആരാധിക്കുകയാണ്. ഏതോ അന്യഭാഷയിലെല്ലാം ദൈവത്തെ പാടി പുകഴ്ത്തുകയാണ്. ആരാധന മനോഹരമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകാഗ്രതയോടെ നിങ്ങൾ ആരാധിച്ചാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തുടങ്ങി രക്തത്താൽ കഴിവ് പ്രാപിച്ച് തന്നതായിരിക്കുന്ന ഉപകാരങ്ങളെയും പാപമോചനത്തിൻ്റെതായ സൗഖ്യത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ അല്പം അനുഭവത്തോടെ ചേർത്ത് പറയട്ടെ, നമ്മൾ അങ്ങ് പറന്ന് ഉയരാനായിട്ട് തുടങ്ങും. നമ്മൾ എവിടെയെങ്കിലും പ്രാർത്ഥന മുറിയിൽ പായലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് മറക്കും. ഹല്ലേലൂയ. കാൽവറിയിലെ ഒരു കാന്തശക്തി എന്നെ ആകർഷിച്ചങ്ങ് ഉയർത്തും. ഭൂമിയിൽ നിന്നും ജഡത്തിൽ നിന്നും സ്വയത്തിൽ നിന്നെല്ലാം അല്പനേരത്തേക്ക് ആണെങ്കിലും വന്നങ്ങ് ഉയരും. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, സ്നേഹത്തിൻ്റെ അഗ്നി അകത്ത് കത്തും. ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അന്യഭാഷകൾ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധനയുടെ മാധുര്യം നിങ്ങൾ രുചിക്കുന്നുണ്ടോ? നന്ദിയോടെ സ്തോത്രം. ജനം ധാരാളം കൂടി വന്നിരിക്കുന്നു ഗലീലക്കടലിൽ. അവിടെ ഒരു പടക് നിൽക്കുന്നത് കണ്ടു. ആ പടകിലേക്ക് കയറി. അത് പത്രോസ്ലീഹായുടെ പടകായിരുന്നു. ജനം തിക്കിത്തിരിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എനിക്ക് ജനത്തോട് ആത്മാവിൽ സംസാരിപ്പാൻ പടക് കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് പറഞ്ഞു. ഇന്ന് ജനത്തിനെല്ലാം താല്പര്യം ഒരു കാല ആത്മീയത്തിനും ഒരു കാല ഭൗതികത്തിനുമാണ്. ലോകത്തിൽ നിന്ന് വേർപെട്ടുള്ളതായിരിക്കുന്ന ആരാധന ഇന്ന് നന്നേ ചുരുക്കമാണ്. ആരാധനയ്ക്ക് വരുന്ന അനേക ദൈവമക്കൾ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന് ശത്രുക്കളാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിന് സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നതിനെല്ലാം ദൈവത്തിന് ശത്രുവാകുന്നു. ഇന്ന് ആത്മീയ ഗോളത്തെ കീഴടക്കിയിരിക്കുന്നത് ലോകത്തിൻ്റെ പ്രൗഢിയും പ്രതാപവും ലോകത്തിൻ്റെതായിരിക്കുന്ന സ്ഥാനമോഹങ്ങളുമാണ്. ഇന്ന് ലോകമാണ് ആത്മീയത്തെ ഭരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ടു ലിവ് ഫോർ ക്രൈസ്റ്റ് ഈസ് ലിവ് എഗൻസ്റ്റ് വേൾഡ്. എ ക്രിസ്ത്യൻ സ്റ്റെപ്പ് ഈസ് ഔട്ട് ഓഫ് സ്റ്റെപ്സ് വിത്ത് വേൾഡ്ലി സ്റ്റെപ്സ്. ലോകത്തിനെതിരായി ഒഴുകുവാനും ഓടുവാനും കാലടികൾ എടുത്തു വെച്ച് യേശുവിനെ നോക്കി മുന്നോട്ട് ഗമിക്കുവാൻ തയ്യാറുള്ള ദൈവമക്കൾ ആരെല്ലാം ഉണ്ട്? ദൈവമക്കളെ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് ആത്മീയം ലോകവുമായിട്ട് ഇണങ്ങിച്ചേർന്ന് പോവുകയാണ്. അതിൻ്റെ വീര്യമെല്ലാം കെട്ടുപോയല്ലോ. പരിശുദ്ധ പിതാക്കന്മാരെ കുറിച്ച് പാടിയില്ലേ? ലോകം താത സഹോദര ജാതിയൊന്നും തറവാടും ആകെ ഉപേക്ഷിച്ച് മിശിഹായെ കാണുവാൻ കാക്ഷിച്ച പിതാക്കന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കൂട്ടായ്മയിലും ലോകം കടന്നുകൂടിയിരിക്കുന്നു. ലോകമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ഭക്ഷണമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. വെള്ളമില്ലാതെ കപ്പലിന് ഓടാൻ സാധ്യമല്ല. പക്ഷെ ഈ വെള്ളം അകത്ത് കയറിയാലോ കപ്പൽ മുങ്ങും.
ഇന്ന് ലോകമകത്തു കയറി അനേക ദൈവമക്കൾ നാശോന്മുഖരായി തീർന്നിരിക്കുകയാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. ഇന്ന് അനേക രംഗങ്ങളിലേക്ക് നോക്കിയിട്ട് അതാണ് വേദനയോടെ പാവപ്പെട്ട അടിയന് പറയുവാനായിട്ടുള്ളത്. നന്ദിയോടെ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു ആത്മീയ നിലവാരത്തിലേക്ക് നാം ഒന്ന് ഉയർന്നു പൊങ്ങേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകസംബന്ധമായി മരിച്ചവരായിരിക്കണം. ലോകത്തിൻ്റെ സ്വാധീനത്തിൽ നമ്മൾ ഒരിക്കലും വശം പെട്ടു പോകരുത്. ലോകത്തിനെതിരായിട്ടുള്ള പോക്കായിരിക്കണം നമ്മുടേത്. ദൈവമക്കളെ, അതുകൊണ്ടാണ് യാക്കോബ് വ്യക്തമായിട്ട് പറയുന്നത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നതെന്ന്. വേൾഡിനെസ്, അതിൽ നമ്മൾ അകന്നു നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ലോകക്കാരല്ല, ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകം നമ്മളെ വിഴുങ്ങാൻ നോക്കും, പക്ഷേ ദൈവമക്കളെ നമ്മൾ അതിൽ നിന്നെല്ലാം അതിജീവിച്ച് നിൽക്കണം. 3 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചല്ലോ. 1, 2 കൊണ്ട് കാൽ മൂടി നടപ്പ് ശരിയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 2 കൊണ്ട് മുഖം മൂടി ദൈവത്തിൻ്റെ തേജസ് തിരിച്ചറിഞ്ഞു വേണം. 3, 2 കൊണ്ട് പറന്നുയരണം. ലോകത്തിൽ നിന്ന് പറന്നുയർന്ന് പൊങ്ങിക്കൊണ്ട് വേണം, ലോകമയത്വം വിട്ടു വേണം ആരാധിക്കാൻ. അടുത്ത കാര്യം എന്താണ്? 6:3 വായിച്ച്. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഭയത്തോടും വിറയലോടും കൂടി വേണം ആരാധിക്കാനായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വിശുദ്ധിയും തിരിച്ചറിയണം. ദൈവത്തിന്റെ പരിശുദ്ധിയുടെയും വെളിച്ചത്തിന്റെയും മുൻപാകെ വരുമ്പോൾ 2 വെളിപ്പാടുകളാണ് മനുഷ്യന് കിട്ടുന്നത്. ഒന്ന്, ദൈവമാര്, മാലാഖമാര് ഭയത്തോടെ വിറയ്ക്കുന്ന, ആരാധിക്കുന്ന, മുഖം മൂടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായ ദൈവത്തിൻ്റെ തീ, ആ തേജസ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമാര്, അവിടെ ചെന്ന് നിൽക്കാൻ എനിക്കെന്ത് യോഗ്യത? ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ തികവും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ നിറവും നമ്മൾ തിരിച്ചറിയണം, ഭയത്തോടും വിറയലോടും. മാത്രമല്ല, ഞാനാര്? ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനാരാണ്? അത് അടുത്ത് പറയുന്നുണ്ട്. 6:5 വായിച്ച്. 6:5. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ഹല്ലേലൂയ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വസ്ത്രമാണെന്ന് തോന്നും. നല്ല വെളിച്ചത്തിന് മുൻപാകെ വരുമ്പോഴേക്കും അവിടെയും കറയും ചെളിയും എല്ലാം കാണും. മറച്ചു വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കാനൊക്കെയില്ല. ശമരിയാസ്ത്രീ കർത്താവിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എനിക്ക് ഭർത്താക്കന്മാരില്ല. അന്തരംഗത്തെ സ്ഥിതി ആരഞ്ഞറിയുന്ന അഗ്നിജാലക്കൊത്ത കണ്ണുള്ള ദൈവം വളരെ വ്യക്തമായി അവളുടെ ജീവിതത്തിൻ്റെ ഉള്ളറ വായിച്ച് കേൾപ്പിച്ച്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവന് ഭർത്താവല്ല. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഞാനും ഭയത്തോടും വിറയലോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ തീക്കടുത്ത വചനം നാവിലെടുക്കാൻ ഞാൻ ആര്? ഈ എഴുതപ്പെട്ട വചനത്തിന് താളുകൾ മറിക്കാൻ എൻ്റെ കൈ എന്ത്? എങ്കിലും എൻ്റെ കർത്താവിനെ നിയോഗിച്ചു തിരുത്തത്താൽ കഴുകി എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു. ദൈവമാര്, ഞാനാര്? ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയും, ആരാധിക്കാൻ വന്ന് നിൽക്കും ദൈവമക്കൾ എവിടെയാണ് നിൽക്കുന്നത്? സീനായ് മലയേക്കാൾ ജ്വലിക്കുന്ന സ്വർഗീയമായ രംഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. മുൾമരമെരിയാരെഴുതി തന്നടുവിൽ നിന്നുകൊണ്ട് മോശ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാണ്. ഭയത്തോടും വിറയലോടും കൂടിയാണ്. ചെരുപ്പ് കാലിൽ നിന്ന് ഊരിക്കളവുക. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം തീ പോലെ ജ്വലിക്കുന്നതായ, മുൾപ്പടപ്പ് കത്തി ശോഭിക്കുന്നതായ രംഗത്ത്. പക്ഷേ നാം വന്ന് നിൽക്കുന്ന എവിടെയാണ്? എബ്രായർ 12:21 മുതൽ 24 വരെ വായിച്ചു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന്. അത്യന്തം പേടിച്ചു വിറയ്ക്കുകയാണ് ആരാധിക്കാമെന്ന് ദൈവം വായിക്കാം. മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും തേജോമേനായ സത്യത്തിന് നീതിയിലെ ന്യായം വിധിക്കുന്ന ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ദൈവത്തിനും
ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഓ ദൈവത്തിന് സ്തോത്രം. ഈ വിറയലോടെയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അടുത്ത വാക്യമായി ചെയ്യും. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. ദൈവം ഈ തീ കടുത്തവനെ നിരസിക്കാതിരിപ്പാൻ സൂക്ഷിച്ചോൾവീൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇപ്രകാരം തീ കടുത്ത രംഗത്താണ് വന്നിരിക്കുന്നതായ ഭയവും വിറയലോടുകൂടെയാണോ നിങ്ങൾ വചനം കേൾക്കാനിരിക്കുന്നത്? വചനം തീയാണ്, വചനം ചുറ്റിക്കുകയാണ്, വചനം ആത്മാവാണ്. ദൈവത്തിൻ്റെ വായാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ശ്വാസമാണ് നിങ്ങളെ തലോടി പോകുന്നത്. നന്ദിയോടെ സ്തോത്രം. ഇത് പറയാൻ ഞാനാര്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് കൈമലർത്തി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആ ദൈവത്തിൻ്റെ ദേശത്തിന് മുൻപാകെ ആണ് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ? ആത്മീയം തമാശല്ല. സ്വന്തം അശുദ്ധി നീ തിരിച്ചറിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ തേജസ്സും അതിന് മുമ്പിൽ നിൽക്കുന്ന പാപിയായ എൻ്റെ പാപത്തിൻ്റെ ഭയാനകതയും അശുദ്ധിയുടെ ആഴവും ദുർഗന്ധമമിക്കുന്ന ആളത്വത്തിൻ്റെ ചീഞ്ഞ അവസ്ഥയും തിരിച്ചറിഞ്ഞുകൊണ്ട് മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. അയ്യോ, ഞാൻ അശുദ്ധിയുള്ള അധരമുള്ള ഒരു മനുഷ്യൻ. ഇതുവരെ സംസാരിച്ച നാവ് കൊള്ളുകില്ലാത്തതാണല്ലോ. ഇതുവരെ നോക്കിക്കണ്ട കണ്ണുകൾ കൊള്ളില്ലാത്തതാണല്ലോ. 5-ാം അധ്യായത്തിൽ യേശയ്യാപ്രവാചകൻ മറ്റുള്ളവരെ വിധിക്കുന്നുണ്ട്. മറ്റുള്ളവർ വിധിച്ചു പോയല്ലോ. നന്ദിയോടെ സ്തോത്രം. അരുതാത്ത ചില കാലടികൾ എടുത്തു വെച്ചു പോയല്ലോ. പ്രകടമായ തെറ്റുകൾ എന്തെങ്കിലും പ്രവാചകൻ ചെയ്തതായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. എങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ആരാധിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ആരാണെന്ന് കണ്ട് ഭയപ്പെടുകയാണ്, വിറയ്ക്കുകയാണ്, ഞെട്ടുകയാണ്. നന്ദിയോടെ സ്തോത്രം. ആ ഒരു പാപബോധവും അനുതാപവും അയ്യോ എന്നുള്ള ഉള്ളം തൊട്ടുള്ളായ തകർന്നുറുകിയമായിരിക്കുന്ന ഹൃദയത്തിൽ നിന്നുള്ള കരച്ചിലും വരുമ്പോൾ ഒരത്ഭുതം നടക്കും. 5:6 വായിച്ച്. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഹല്ലേലൂയ. അതിപ്പോൾ നടക്കണം. നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവമക്കളിൽ പാപികളാരെങ്കിലും വന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ തീയുടെ സാന്നിധ്യം നിങ്ങളിപ്പോൾ രുചിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഇപ്പോൾ ഒരു മാലാഖ തീക്കട്ടയുമായിട്ട് വരികയാണ്. ജ്വലിക്കുന്ന തീക്കട്ട. നന്ദിയോടെ അത് കൊടിലുകൊണ്ടാണ് പിടിക്കുന്നത്. ഏതാണ് ആ തീക്കട്ട? ഞാൻ വളരെ വ്യക്തമായി കൈകൂപ്പിക്കൊണ്ട് പറയട്ടെ. കാൽവറിയിലെ ദൈവകോപത്തിൽ വെന്തെരിഞ്ഞ തേജോമനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ഞാൻ വെന്തെരിഞ്ഞ് ചാകേണ്ടതായ സ്ഥാനത്ത് എനിക്ക് വേണ്ടി ദൈവകോപത്തിൽ വെന്തെരിഞ്ഞ് ജ്വലിച്ചു നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇപ്പോൾ തിരുരക്തം വാർന്നൊലിക്കുന്ന രംഗത്തേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. ശുദ്ധീകരണം വേണ്ടേ? നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച തീക്കട്ടെ എന്നെ തൊടിക്കണമെന്ന്. യേശയ്യാപ്രവാചകന്റെ അധരത്തിന് മാത്രമേ കുറ്റം പറയുന്നുള്ളൂ. എന്നാൽ ഞാനോ ദൈവത്തെ മുടി മുതൽ അടിവരെയും ആന്തരികവും ബാഹ്യമായിരിക്കുന്ന സകല അവയവങ്ങളും മലീമസമാണ്. ഒരു വെള്ളത്തിനും എന്നെ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ സർവ്വപാപവും പൊക്കി ശുദ്ധീകരിക്കുന്ന തങ്കച്ചോരയ്ക്ക് മാത്രമേ ഈ കൊടുമ്പാവിയെ വിശദീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ആ രക്തം എന്നെ കഴുകട്ടെ, ആ രക്തം എന്നെ തളിക്കട്ടെ, ആ രക്തം എനിക്ക് വിശുദ്ധ കുർബാനയായി തരട്ടെ, ആ രക്തം എൻ്റെ സിരകളിൽ കൂടി ഒഴുകട്ടെ, ആ രക്തം കുരിശടയാളമിട്ട് എൻ്റെ ഓരോ അവയവങ്ങളെ ശുദ്ധീകരിക്കട്ടെ. അങ്ങനെ തിരുരക്തത്താൽ കഴുകി പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച ദൈവവേദൽ സ്വർഗത്തിൽ നിന്ന് ഒരു ചോദ്യം കേൾക്കും. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം. ദൈവത്തിന് വിശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കൾ, ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കും. എന്താണ്? അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് ആരെനിക്ക് വേണ്ടി പോകും? ദൈവത്തിന് ആരെനിക്ക് വേണ്ടി പോകും? ഈ തീക്കടുത്തതായ വചനമായ ആരോടും ഈ കാൽവറിയിൽ പാർമോനും ഒഴുകി വരുന്നതായ ആ സ്വർഗീയ രംഗത്തേക്ക് പാപിയെ വിളിച്ചുകൊണ്ടുവരാൻ ആരുടെ കാലുകളോടും? ആരെ ഞാൻ അയക്കേണ്ടു? സ്വർഗത്തിൽ ശബ്ദം ഇപ്പോൾ ഇവിടെ മുഴങ്ങുകയാണ്. നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ തീക്കടുത്ത വചനമായി ഓടുവാൻ തയ്യാറുള്ള ദൈവങ്ങൾ ആരെല്ലാമുണ്ട്? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലുകളായി നിങ്ങളുടെ കാലുകളെ മാറ്റുവാൻ തയ്യാറുള്ളവരാരെല്ലാമുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പ്രവാചകൻ ഏറ്റെടുക്കുകയാണ്. എന്താണ് ഏറ്റെടുത്ത വായിച്ചേ? അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അടിയനെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകന്റെ അനുസരണം. Whom shall I send? Who will go for us? ദൈവത്തിന് സ്തോത്രം.
പറയാമോ നിങ്ങൾ? ഹിയർ ഐ ആം, സെൻഡ് മീ. അടിയൻ ഇതാ, അടിയനെ അയക്കണമേ. സമ്മതമാണോ? തലകളെ വണക്കാം, അവൻ്റെ കാൽക്കൽ മുട്ടുമടക്കാം, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, പാപക്കറകൾ സമ്പൂർണ്ണമായി കഴുകി പരിശുദ്ധാത്മാവിൽ നിറച്ച് കാൽവറിയിലെ സുവിശേഷ ദൗത്യവുമായി ഓടുവാൻ ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയനിതാ, അടിയനെ അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.